രുക്മിണീ കേളി സംയുക്തം രുക്മിണീ കേളി സംയുക്തം പീതാംബരസുശോഭിതം പീതാംബരസുശോഭിതം അവാപ്ത തുളസീഗന്ധം അവാപ്ത തുളസീഗന്ധം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മൾ കണ്ടത് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 7 അതിൽ പ്രതിപാദിച്ചിരുന്ന വിഷയം, ദുര്യോധനന് പ്രിയം ചെയ്യുവാനായി അശ്വത്ഥാമാവ് മഹാഭാരത യുദ്ധമെല്ലാം കഴിഞ്ഞ് ഒരവസരത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ദ്രൗപദിയുടെ 5 പുത്രന്മാരുടെയും തലയറുത്ത് ദുര്യോധനന് മുന്നിൽ കാഴ്ചവെച്ചു. അത് ശരിക്കും ദുര്യോധനന് പോലും ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തിയായിരുന്നില്ല. എത്രയും ഘോരമായ അശ്വത്ഥാമാവിൻ്റെ ഈ കൃത്യത്തിന് ഉചിതമായ ശിക്ഷ, അതായത് അശ്വത്ഥാമാവ് വധിക്കപ്പെടണം എന്ന അഭിപ്രായം തന്നെയായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനടക്കം സകലർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ ഭഗവതുപദേശമനുസരിച്ച് അർജുനൻ തൻ്റെയും അശ്വത്ഥാമാവിൻ്റെയും ബ്രഹ്മാസ്ത്രങ്ങളെ നിഷ്പ്രഭമാക്കി അശ്വത്ഥാമാവിനെ കയറിൽ വരിഞ്ഞുകെട്ടി ദ്രൗപദിയുടെ മുമ്പിൽ എത്തിച്ചു. പക്ഷേ ബദ്ധനായ അശ്വത്ഥാമാവിനെ കണ്ട് കുലീനയായ ദ്രൗപദി പറഞ്ഞത് ഗുരുപുത്രനായ ഇവനെ, അശ്വത്ഥാമാവിനെ വിട്ടയക്കുവാനായിരുന്നു. കാരണം ഗുരുപുത്രനെ ദ്രോഹിക്കുന്നത് ഗുരുവിനെ തന്നെ ദ്രോഹിക്കുന്നതിന് തുല്യമായി ദ്രൗപദി കണക്കാക്കി. ഇന്നത്തെ ലോകം കണ്ട് പഠിക്കേണ്ട ഒരു പാഠമാണത്. ഇന്ന് ഉത്തരയുടെ ഗർഭത്തിൽ ശയിക്കുകയായിരുന്ന പരീക്ഷത്തിനെ സംരക്ഷിക്കുവാനായിട്ട് കുന്തിദേവി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് ഇന്ന് നാം കാണാൻ പോകുന്ന അധ്യായം 8. അത് സൂതൻ നൈമിഷാരണ്യത്തിൽ കൂടിയിരിക്കുന്ന ജിജ്ഞാസുക്കളായ ഋഷിവര്യന്മാരോട് പറയുകയാണ്. അലയോ ഋഷികളെ, അശ്വത്ഥാമാവിനെ ശിക്ഷിച്ചതിന് ശേഷം പാണ്ഡവർ തങ്ങളുടെ മരിച്ച സ്വജനങ്ങൾക്ക് ഉദകക്രിയ ചെയ്യാനായി ഗംഗയിലേക്ക് യാത്രയായി. ദ്രൗപദി സഹിതം സ്ത്രീകൾ മുന്നിൽ നടകൊണ്ടു. അവരെല്ലാം വിലപിച്ചുകൊണ്ട് ഭഗവാൻ ഹരിയുടെ പാദാബ്ജ ധൂളി കലർന്ന ഗംഗാചലത്തിൽ മുങ്ങിക്കുളിച്ചു. കുരുവംശത്തിൻ്റെ രാജാവായ യുധിഷ്ഠിരനും അദ്ദേഹത്തിൻ്റെ അനുജന്മാരും ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കുന്തിയും ദ്രൗപദിയും പുത്രദുഃഖത്താൽ ആർത്തരായി ഭഗവാൻ ശ്രീകൃഷ്ണനോടൊപ്പം അവിടെ ഉപസ്ഥിതരായി. ജീവഭൂതങ്ങൾക്ക് നേരെയുള്ള കാലത്തിൻ്റെ ഗതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഭഗവാൻ മുനികളോടൊപ്പം ചേർന്ന് ബന്ധുക്കൾ നഷ്ടപ്പെട്ട അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ശത്രുക്കളില്ലാത്ത
യുധിഷ്ഠിരനെ കബളിപ്പിച്ച് എന്തിനും പോന്ന ദുര്യോധനാദികൾ രാജ്യം തട്ടിയെടുത്തു. ആയതിനാൽ അവർ കൊല്ലപ്പെടുകയും ചെയ്തു. ദ്രൗപദിയുടെ കേശത്തെ ചൊല്ലിയുള്ള ആക്ഷേപത്താൽ അവരുടെ ആയുസ്സും കുറയാനിടയായി. യഥാവിധി അനുഷ്ഠിച്ച 3 അശ്വമേധ യാഗത്താൽ യുധിഷ്ഠിരൻ നാനാദിക്കിലും ഇന്ദ്രനെപ്പോലെ കീർത്തിമാനായി. ആമന്ത്രിതരായ പാണ്ഡുപുത്രന്മാരും സാത്യകിയും ഉദ്ധവരും വേദവ്യാസൻ തുടങ്ങിയ മുനിമാരും ഭഗവാനെ വന്ദിച്ചു. ഭഗവാൻ അവർക്ക് പ്രതിവന്ദനം ചെയ്തു. ദ്വാരകയ്ക്ക് പുറപ്പെടാൻ തീരുമാനിച്ച് കൃഷ്ണൻ രഥത്തിലേക്ക് കയറാൻ ഭാവിക്കവേ പെട്ടെന്നതാ ഉത്തര ഭയവിഹ്വലയായി തൻ്റെ അടുക്കലേക്ക് ഓടിക്കിതച്ചു വരുന്നത് ഭഗവാൻ കണ്ടു. ഓടിവന്ന് ഉത്തര പ്രാർത്ഥിക്കുകയാണ്. അല്ലയോ ദേവദേവ, മഹായോഗിൻ ജഗത്പതേ, എന്നെ രക്ഷിച്ചാലും ഈ ജനനമരണ ചക്രത്തിൽ നിന്നും അഭയം നൽകാൻ അങ്ങല്ലാതെ മറ്റാരെയും ഞാൻ കാണുന്നില്ല. ഭഗവാനെ, ജ്വലിക്കുന്ന ഒരു ഉരുക്ക് ശരം എൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നു. വിഭോ, അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ അത് നശിപ്പിച്ചോട്ടെ. പക്ഷേ രക്ഷകനായ നീ എൻ്റെ ഗർഭത്തെ ഛിദ്രമാകാതെ അതിൽ നിന്നും രക്ഷിച്ചാലും. സൂതൻ തുടർന്ന് പറയുകയാണ്. ഉത്തരയുടെ ഈ രോധനം കേട്ടതും ഭക്തവത്സലനായ ഭഗവാന് മനസ്സിലായി, പാണ്ഡവരുടെ അവസാന കണ്ണിയാകാൻ പോകുന്ന അവളുടെ ഗർഭത്തെ നശിപ്പിക്കാനായി അടുത്തുവരുന്ന ഈ പ്രകാശം ദ്രോണപുത്രനായ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൻ്റേതാണെന്ന്. അല്ലയോ മുനിശ്രേഷ്ഠന്മാരെ, തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആ അസ്ത്രത്തെ കണ്ട് പാണ്ഡവന്മാർ ഓരോരുത്തരും അവരവരുടെ ആയുധങ്ങൾ കയ്യിലെടുത്തു. പാഞ്ഞെടുക്കുന്ന അപകടത്തെ മനസ്സിലാക്കി അന്യ ആശ്രയമില്ലാത്ത തൻ്റെ ഭക്തരെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാനും സുദർശനം എടുത്തണിഞ്ഞു. സകല ഹൃദയങ്ങളിലും ജീവാത്മഭാവത്തിലിരുന്നരുളുന്ന യോഗേശ്വരനായ ഭഗവാൻ ഹരി തൻ്റെ മായയാൽ കുരുവംശത്തിൻ്റെ സന്തതിയാകാൻ പോകുന്ന ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിനെ ആവരണം ചെയ്തു. വൈഷ്ണവ തേജസ്സുമായി ഏറ്റുമുട്ടിയതും ഉപസംഹരിക്കാതെ തന്നെ ആ ബ്രഹ്മശിരസ് നിർവീര്യമായി. ഹേ ബ്രാഹ്മണരെ, ഇത് കേട്ട് നിങ്ങൾക്കൊട്ടും തന്നെ ആശ്ചര്യമുണ്ടാകേണ്ടതില്ല. കാരണം അജനായ ആ അച്യുതൻ തന്നെയാണ് ഇവിടെ തൻ്റെ ദിവ്യമായയാൽ സകലതിനെയും സൃഷ്ടിച്ച് പാലിച്ച് സംഹരിച്ചു പോരുന്നത്. തുടർന്ന് ഭഗവാൻ ദ്വാരകയ്ക്ക് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ കുന്തി തൻ്റെ 5 മക്കളോടൊപ്പം ദ്രൗപദിയോടും ചേർന്നുകൊണ്ട് ആ പരമ്പൊരുളിനോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു. അല്ലയോ ഭഗവാനെ, അവിടുത്തേക്ക് നമസ്കാരം. അങ്ങ് ആദ്യനാണ്, ത്രിഗുണാതീതനാണ്. അവിടുന്ന് അദൃശ്യനായിരുന്നു കൊണ്ട് തന്നെ സകല ഭൂതങ്ങളുടെയും അകവും പുറവും നിറഞ്ഞു നിലകൊള്ളുന്നു. അവ്യയനും അധോക്ഷജനുമായ നീ അജ്ഞന്മാർക്ക് നിന്റെ മായയുടെ മറയാൽ കാണപ്പെടുന്നില്ല. നാടകത്തിൽ വേഷം കെട്ടി വരുന്ന ഒരു നടനെ കാണികൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ നീ മൂഢന്മാർക്ക് അവ്യക്തനായിരിക്കുന്നു. പരമഹംസന്മാർക്കും മുനികൾക്കും അമലമാനസന്മാർക്കും ഭക്തിയോഗത്തെ പ്രദാനം ചെയ്യാനായി നീ അവതാരം ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾ സ്ത്രീകൾക്കെങ്ങനെ നിന്നെ കാണാനാകും? കൃഷ്ണ, വാസുദേവ, അലയോ ദേവകീനന്ദന, നന്ദഗോപകുമാര, ഗോവിന്ദ, നിനക്ക് നമസ്കാരം. ഹേ പങ്കജനാഭ, പങ്കജമാലിനെ, അലയോ പങ്കജനേത്ര, ആ പാദപങ്കജത്തിൽ ഞങ്ങളുടെ നമസ്കാരം. ഹേ ഋഷികേശ, കംസൻ ഏറെ നാൾ ജയിലിലടച്ച ദുഃഖിതയായ നിന്റെ അമ്മയെ നീ മുക്തയാക്കി. എന്നെയും എൻ്റെ മക്കളെയും എന്നെന്നും നീ പല പല ആപത്തുകളിൽ നിന്നും രക്ഷിച്ചു. വിഷത്തിൽ നിന്നും, ഘോരമായ അഗ്നിയിൽ നിന്നും, നരഭോജികളിൽ നിന്നും, അസത്സംഗത്തിൽ നിന്നും, വനവാസകാലത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നൊക്കെ, എന്തിനു പറയാൻ വീരന്മാരായ യോദ്ധാക്കൾ ഏറ്റുമുട്ടിയ ഘോര യുദ്ധത്തിൽ നിന്നും, ഒടുവിലതാ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നുവരെ നീ ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. ആപത്തുകൾ എത്ര വേണമെങ്കിലും ഉണ്ടായിക്കൊള്ളട്ടെ, ഭഗവാനെ, നീ കാരണം എവിടെവിടെ ദുഃഖങ്ങൾ ഉണ്ടാകുന്നോ അവിടെവിടെയൊക്കെ ഞങ്ങൾക്ക് നിന്നെ കാണാനാകുമല്ലോ. ജഗദ്ഗുരു,
അവിടുത്തെ ദർശനം കൊണ്ട് ജനനമരണമാകുന്ന ഭവദർശനം പിന്നീടുണ്ടാകുന്നില്ല. ഭഗവാനെ, അകിഞ്ചനന്മാർക്ക് സുലഭമായ ഭവദർശനം ഭൗതികമായ ഐശ്വര്യവും കീർത്തിയും ശ്രീയുമൊക്കെ കാക്ഷിക്കുന്നവർക്ക് ഒരിക്കലും കിട്ടുന്നതല്ല. അകിഞ്ചനന്മാരുടെ ധനമായ നിനക്ക് നമസ്കാരം. ത്രിഗുണാതീതനായ നിനക്ക് എൻ്റെ നമസ്കാരം. ആത്മാരാമനും ശാന്തനും കൈവല്യപതിയുമായ അങ്ങയ്ക്ക് ഞങ്ങളുടെ നമോവാകം. ഭഗവാനെ, നീ കാലമാണ്, ആദ്യന്തരഹിതനായ ഈശ്വരനാണ്. നിനക്ക് സമസ്ത ഭൂതങ്ങളും ഒരുപോലെ. കൃഷ്ണ, മാനുഷ്യവേഷം കെട്ടി നടക്കുന്ന നിൻ്റെ ലീലകൾ ആരറിയുന്നു? നിനക്ക് ശത്രുക്കളും മിത്രങ്ങളുമായി ആരും തന്നെയില്ല. എങ്കിലും മനുഷ്യർ നിന്നെ പക്ഷപാതം ചേർന്നവനായി കണക്കാക്കുന്നു. ഹേ വിശ്വാത്മാവേ, നിന്റെ ചെയ്തികൾ അത്യന്തം അത്ഭുതം തന്നെ. നീ കർമ്മം ചെയ്തുകൊണ്ട് അകർമ്മിയായിരിക്കുന്നു. അജനായിരുന്നു കൊണ്ട് മൃഗമായും മനുഷ്യനായും മുനികളായും ജലജീവികളായും നീ ജന്മമെടുക്കുന്നു. കൃഷ്ണ, കുറുമ്പ് കാട്ടിയതിന് യശോദാമ്മ നിന്നെ കെട്ടിയിടാനായി കയറുമായി വന്നു. ഭയം ഭാവിച്ച് നിന്റെ നയനങ്ങളിൽ കൂടി ഒഴുകിയ കണ്ണുനീരിൽ അന്നെഴുതിയ അഞ്ജനമെല്ലാം ഒലിച്ചിറങ്ങിയിരുന്നു. സ്വയം ഭയം പോലും പേടിച്ചകലുന്ന നിന്റെ കണ്ണുകളിലെ ഭയം ഞങ്ങളെ ഭ്രമിപ്പിക്കുകയാണ്. ജന്മരഹിതനായ നീ മഹാരാജാവിൻ്റെ ഐശ്വര്യനിധിയായി പിറന്നുവെന്ന് ചിലർ പറയുന്നു. ചിലരാകട്ടെ പറയുന്നത് യധുരാജന് പ്രിയമാകാനാണത്രേ. മലയാചലത്തിൽ ചന്ദനമരം എന്ന പോലെ നീ അദ്ദേഹത്തിൻ്റെ കുലത്തിൽ പിറന്നു. മറ്റു ചിലർ പറയുന്നു വസുദേവരുടെയും ദേവകീദേവിയുടെയും പ്രാർത്ഥനാഫലമായി നീ അവർക്ക് മകനായി പിറന്നുവെന്ന്. അജനായി നീ പിറന്നതോ അവരുടെ ക്ഷേമത്തിനും ദേവാരാധികളെ കൊന്നൊടുക്കുന്നതിനും വേണ്ടി. കടലിൽ ഭാരമേറി അകപ്പെട്ടുപോയ ഒരു തോണി എന്നതുപോലെയുള്ള ലോകത്തിൻ്റെ ഭാരം കൂടിയതോടെ ബ്രഹ്മാവ് അർത്ഥിക്കയാൽ ഭൂഭാരം തീർക്കാനായി നീ അവതാരം കൈക്കൊണ്ടുവെന്ന് മറ്റു ചിലർ. ഇനി മറ്റു ചിലർ പറയുന്നു ഇഹത്തിൽ കാമകർമ്മബദ്ധരായി അലയുന്ന ജീവന്മാർക്ക് ശ്രവണവും സ്മരണവും പൂജനവുമായ വിധികളിലൂടെ ഭക്തിയോഗത്തെ പ്രദാനം ചെയ്യാനായി നീ വന്നുവെന്ന്. കൃഷ്ണ, അനുസ്യൂതം നിന്നെ കേൾക്കുകയും സ്മരിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവരും മറ്റുള്ളവരാൽ നീ പൂജിക്കപ്പെടുന്നതിൽ ആനന്ദിക്കുന്നവരും ജനന മരണ ചക്രത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷ നേടി നിന്റെ ചരണകമലം പ്രാപിക്കുന്നു. ഭഗവാനെ, നീ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു. സകലരും ഞങ്ങളോട് അമർഷത്തിൽ കഴിയുന്ന ഈ അവസരത്തിൽ മറ്റൊരു ശരണമില്ലാത്ത ഞങ്ങളെ ഉപേക്ഷിച്ച് നീ പോവുകയാണോ? ജീവനില്ലാത്ത മനുഷ്യ ശരീരത്തിൻ്റെ ചൈതന്യം പൊയ്പോകുന്നത് പോലെ നീ ഇല്ലാത്ത പാണ്ഡവരുടെയും യദുക്കളുടെയും പേരും പെരുമയും ഇവിടെ അവസാനിക്കുന്നു. അലയോ ഗദാധരനായ ഭഗവാനെ, നിന്റെ പാദസ്പർശത്താൽ ശോഭിതമായ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഈ ഐശ്വര്യം നീ പോയാൽ പിന്നെ ഉണ്ടാകില്ല. ഇക്കാണുന്ന പട്ടണങ്ങളും നഗരങ്ങളുമെല്ലാം സമൃദ്ധമായിരിക്കുന്നു. ഔഷധികളും വനങ്ങളും നദികളും സമുദ്രങ്ങളും മലകളും എല്ലാം യഥോചിതം സമ്പുഷ്ടമായിരിക്കുന്നു. എല്ലാം നീ കാരണമാണ്. ഹേ വിശ്വേശ്വര, വിശ്വാത്മനെ, വിശ്വമൂർത്തേ, വൃഷ്ണിവംശത്തോടും പാണ്ഡവന്മാരോടുമുള്ള എൻ്റെ ഈ സ്നേഹപാശത്തെ നീ പൊട്ടിച്ചെറിഞ്ഞാലും, മധുപതേ, എപ്പോഴും ഗംഗ സമുദ്രത്തെ ലക്ഷ്യമാക്കി ഒഴുകുന്നത് പോലെ യാതൊരു വിഷയങ്ങളിലും ചെന്ന് പറ്റാതെ എന്നെന്നും നിന്നിൽ മാത്രം മനസ്സുവയ്ക്കുവാൻ അനുഗ്രഹിക്കണമേ. ഹേ കൃഷ്ണ, കൃഷ്ണസഖേ, വൃഷ്ണികുലോദ്ഭവ, അലയോ അവനീപതേ, അധാർമിക രാജവംശത്തെ ഇല്ലാതാക്കുന്നവനും അനപവർഗമായ വീര്യമുള്ളവനുമായ ഗോവിന്ദ, ഗോ ബ്രാഹ്മണ സുരാർത്തിഹരാർത്ഥം അവതാരമെടുത്ത യോഗേശ്വര, അഖില ഗുരു ഭഗവാനെ, അങ്ങയ്ക്ക് നമോവാകം. സൂതൻ വീണ്ടും ഋഷികളോട് പറഞ്ഞു തുടങ്ങുകയാണ്. ഹേ ബ്രാഹ്മണരെ, ഹൃദയസ്പർശിയായി ഒഴുകിയ കുന്തിയുടെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ മായാമോഹിതമായി ഒന്ന് പുഞ്ചിരിച്ചു. ഹസ്തിനപുരത്തിലെത്തി അവിടെയുണ്ടായിരുന്നവരോട് യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് മടങ്ങാൻ തുനിയവേ പ്രേമഭാവത്തോടെ യുധിഷ്ഠിരൻ ഭഗവാങ്കലേക്ക് ഓടിയെടുത്തു. വേദവ്യാസൻ തുടങ്ങിയ മുനിശ്രേഷ്ഠന്മാരാലും ഭഗവാൻ സ്വയമേവയും യുധിഷ്ഠിരനെ ഇതിഹാസങ്ങളെ മുൻനിർത്തി പലതും പറഞ്ഞു ബോധിപ്പിച്ചെങ്കിലും അദ്ദേഹം അസംതൃപ്തനായി തന്നെ കാണപ്പെട്ടു. ഹേ ബ്രാഹ്മണരെ, അർദ്ധകാമിയായി തൻ്റെ സുഹൃത്തുക്കളെ കൊല ചെയ്തുവെന്ന് ചിന്തിച്ചതിലുണ്ടായ കുറ്റബോധത്താൽ
ധർമ്മപുത്രർ സ്നേഹമോഹങ്ങൾക്ക് വശംഗതനായി ഇപ്രകാരം പറഞ്ഞു. യുധിഷ്ഠിരൻ പറയുകയാണ്, അഹോ കഷ്ടം, ഞാൻ എത്ര മഹാപാപി! അജ്ഞാനത്താൽ ആവൃതമായ എൻ്റെ ഹൃദയം നിങ്ങൾ കണ്ടാലും പരോപകാരമായിരിക്കേണ്ട ഈ ശരീരം കൊണ്ട് എത്രയെത്ര അക്ഷൗഹിണികളെ ഞാൻ കൊന്നുതള്ളി. എത്രയോ ബാലന്മാർ, ബ്രാഹ്മണന്മാർ, സുഹൃത്തുക്കൾ, മിത്രങ്ങൾ, പിതൃക്കൾ, സഹോദരങ്ങൾ, ഗുരുക്കന്മാർ എന്നാൽ മഹായുദ്ധത്തിൽ വധിക്കപ്പെട്ടിരിക്കുന്നു. 1000 വർഷങ്ങൾ ജീവിച്ചിരുന്നാലും ഞാൻ ഈ പാപത്തിൽ നിന്നും മുക്തനാകാൻ പോകുന്നില്ല. ധർമ്മയുദ്ധത്തിൽ ശത്രുക്കളെ ഹനിക്കുന്നത് ഒരു രാജാവിന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കർമ്മമാണ്. അത് പാപമല്ല. എന്നാൽ ആ ശാസനം ഇവിടെ എന്നെ തുണയ്ക്കുന്നില്ല. സ്ത്രീകൾക്ക് തുണയായിരുന്ന എത്രയോ മിത്രങ്ങളെ ഞാൻ കൊന്നു. ഭൗതിക ക്ഷേമം ആചരിച്ചുകൊണ്ട് ഒരിക്കലും എനിക്ക് തെറ്റുതിരുത്താൻ കഴിയുകയില്ല. ചെളിവെള്ളത്തിൽ നിന്നും ശുദ്ധജലത്തെ തരംതിരിക്കാൻ കഴിയുകയില്ല എന്നതുപോലെ, വീഞ്ഞിൻ്റെ കറയിൽ നിന്നും വീഞ്ഞുപാത്രം ശുദ്ധമാകില്ല എന്നതുപോലെ, മൃഗബലി കൊണ്ടൊന്നും ഈ പാപത്തിന് ഒരു പരിഹാരവും ഉണ്ടാകാൻ പോകുന്നില്ല. സുഹൃത്തുക്കളെ, ഇങ്ങനെ ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 8-ാം അധ്യായം സമാപിച്ചു. അടുത്ത അധ്യായം നമ്മൾക്ക് നാളെ കാണാം. ഹരി ഓം.